വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ബെർമിസിലി കേസരി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഐറ്റംസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് തമിഴ്നാട് ബേസ് ചെയ്താട്ടോ കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരെ ഒരു കടായി എടുത്ത് വെക്കുക, അതിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന്. എന്നിട്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച എല്ലാ ഈ വെർമിസിലി എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് എല്ലാം ഇതിലൊന്ന് പിടിക്കുന്ന രീതി ആവുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കുക, അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉണക്കമുന്തിരി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് ചൂടുവെള്ളം നല്ല തിളപ്പിച്ച് വെച്ചേക്കണം, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. സിമ്മിലിട്ടതിന് ശേഷം മാത്രമേ നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ തെറിക്കും. അങ്ങനെ ഇതാ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് നന്നായി വെന്ത് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് എല്ലാം ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. എന്നിട്ട് നമ്മൾ ഏലക്കാപ്പൊടി നമ്മളെ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇളക്കി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ ഒരുവിധം നമ്മുടെ കേസരി റെഡിയായി കഴിഞ്ഞു. വേറൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ, സെർവ് ചെയ്ത് മാറ്റുകയാണ്. നമ്മൾ കുറച്ച് നെയ്യും കൂടെ എന്നിട്ട് ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലുള്ളതാണ് കറക്റ്റ് നമ്മളെ കേസരി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് തമിഴ്നാട് സ്റ്റൈലാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.